ആദ്യത്തെ ഡൂവും ഡസും അല്ലേ. ഡൂവും ഡസും എന്ന് പറയുന്നത് ഏതാണ് ടെൻസ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡൂവും ഡസും വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്, അതേപോലെ സബ്ജക്റ്റ് പ്ലസ് P1 പ്ലസ് എസ് അല്ലെങ്കിൽ ES പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, വെർബ് V1 ആണെങ്കിൽ അവിടെ ഒരു ഹിഡൻ ഓക്സിലറി വെർബ് ഉണ്ട്, ഏതാണ്? ഡൂം. വെർബ് V1 പ്ലസ് SORS ആണെങ്കിൽ അവിടെ ഒരു ഹിഡൻ ഓക്സിലറി വെർബ് ഉണ്ട്, ഏതാണ്? ഡസ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന സെന്റൻസിൽ ആക്റ്റീവ് വോയിസ് അല്ലെ, ഡു അല്ലെങ്കിൽ ഡസ് അല്ലെ, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഈ ഒരു രീതിയിൽ വരികയാണ്. അതായത് സെന്റൻസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് എന്താണ്? V1 പ്ലസ് ഒബ്ജക്റ്റോ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് SORS പ്ലസ് ഒബ്ജക്റ്റോ ആണ് എന്ത് ടെൻസ് എന്ന് പറയുന്നത്. ഇതെന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസിന് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇതിന് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നെന്ത് ചെയ്യാം? ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസ് അല്ലെങ്കിൽ എന്താണ്? ES പ്ലസ് ഒബ്ജക്റ്റ് നമുക്ക് എന്ത് പറയാം? സബ്ജക്റ്റ് പ്ലസ് ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് സെന്റൻസ് ആകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതും, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് എഴുതും. അല്ലാതെ എന്ത് ചെയ്യുക? സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് എഴുതില്ല. അതേപോലെ തന്നെ എന്താ? സിമ്പിൾ പ്രസന്റിൽ അല്ലെ, സിംഗുലർ വരുന്ന കേസിൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് SORS പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് എഴുതുക പോസിറ്റീവ് സെന്റൻസിൽ. അല്ലാതെ എങ്ങനെ എഴുതില്ല? സബ്ജക്റ്റ് പ്ലസ് ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ എഴുതില്ല. ഇതാണ് എന്താ അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്? ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെയാണ് നോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തത്. നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഡസിന്റെ കൂടെയാണ് നോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ഡോണ്ടും ഡസിൻ്റെയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെയും അതേപോലെ നമ്മൾ എന്താണ്? തന്നിരിക്കുന്ന സെന്റൻസ് ചോദ്യങ്ങളാകുന്ന സമയത്ത് അല്ലെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡൂനും ഡസിനെ എന്ത് ചെയ്യണം? സബ്ജക്റ്റിന്റെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റിന്റെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് എന്തായിട്ട് മാറുക? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുക. അതായത് തന്നിരിക്കുന്ന ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യാം? സബ്ജക്റ്റിനെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരിക. അതായത് ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്, അതേപോലെ സബ്ജക്റ്റ് പ്ലസ് ഡസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഡൂന് എന്ത് ചെയ്യുക? സബ്ജക്റ്റിനെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരിക. ഡസിന് എന്ത് ചെയ്യുക? സബ്ജക്റ്റിനെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ അതെന്തായിട്ട് മാറി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. അതായത് ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റോ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റോ ആണെങ്കിൽ അതാണ് എന്തായിട്ട് മാറുക? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറുക. നോക്കൂ, ഇവിടെ സബ്ജക്റ്റിന് ശേഷം വരേണ്ട ഡൂവിനെ ഡസിനെ നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു അല്ലേ. ഡു ഓ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആകുന്ന സമയത്ത് അതെന്തായിട്ട് മാറി? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഒരു സബ്ജക്റ്റിന് ശേഷം അല്ലേ ഒരു ഹെൽപ്പിംഗ് വെർബും പിന്നെ ഒരു വെർബും പിന്നെ ഒരു ഒബ്ജക്റ്റും ഉണ്ടാവും. ഇതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ഹെൽപ്പിംഗ് വെർബിനെ എന്ത് ചെയ്യുക? നമ്മൾ സബ്ജക്റ്റിനെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി. അതപ്പോൾ എന്തായാലും മാറും? ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഹെൽപ്പിംഗ് വെർബും ഓക്സിലറി വെർബും ഒന്ന് തന്നെയാണ് കേട്ടോ, പുറത്ത് വെക്കണേ. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റിനെ തൊട്ട് മുമ്പിലേക്ക് ഹെൽപ്പിംഗ് വെർബ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇവിടെ നോക്കും, സബ്ജക്റ്റിന് ശേഷം വേണ്ടി ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് മുമ്പിലേക്ക് കൊണ്ട്. പോസിറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ഇങ്ങനെ എഴുതുക. നെഗറ്റീവ് ആക്കുന്ന സമയത്തും അതേപോലെ ചോദ്യ രൂപത്തിൽ നമ്മൾ ഡൂനെ ഡസിനെയും പുറത്തേക്ക് കൊണ്ടുവരണം. പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകത ഡൂവിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓൾറെഡി V1 തന്നെയാണ്. ഡസിൻ്റെ കൂടെ നമുക്ക് എന്താണ്? ഡസിനെ പുറത്ത്, അതായത് V1 പ്ലസ് SORSന്റെ സ്ട്രക്ചറിൽ എന്താണ്? ഡസിനെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ വെർബിൻ്റെ ഏത് ഫോമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ? V1 മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് V1, അതായത് ഡൂവും ഡസും വന്നാലും വെർബിൻ്റെ ഏത് ഫോമേ ഉണ്ടാവും? V1 ഉണ്ടാവും. നമ്മൾ നെഗറ്റീവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെ. സോ അതിന് നമ്മൾ എന്ത് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? പാസീവ് വോയിസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റിന് എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? സബ്ജക്റ്റ് പ്ലസ് V1 ഓർ V1 പ്ലസ് SORS പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് പ്ലസ് P1 ഓർ V1 പ്ലസ് S ഓർ ES പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ. പിന്നെ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക?
ഒബ്ജക്റ്റ് പ്ലസ് അല്ലേ ഈസ് അല്ലെങ്കിൽ ആം പ്ലസ് ആർ പ്ലസ് എന്താണ് V3 പ്ലസ് ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ്. ഇങ്ങനെയല്ലേ മാറ്റം ഉണ്ടാവുക അല്ലേ? സോറി, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കില്ല. ഇങ്ങനെയായിരുന്നു എന്ത് മാറ്റം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഈസ് ആം ആറിന് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. അതേ മാറ്റം ഈസ് ആം ആറിന് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് പാസീവ് വോയിസിലെ ചോദ്യം മാറ്റി മാറും. ഇവിടെ നോക്കും, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്, അതായത് സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ സ്ട്രക്ചർ. അതിനെന്ത് ചെയ്തു, ഈ ഇവിടെ വരേണ്ടി എന്ത് ചെയ്യുക, ഈസിനെ ആമിനെ ആറിന് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പം എന്തായാലും പറയും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് എന്താണ് ഒബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ് ആയിട്ട് മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. എന്ത് ചെയ്തു, ചെറിയൊരു മാറ്റം വന്നു. സബ്ജക്റ്റിന് ശേഷം വരേണ്ട ഹെൽപ്പിംഗ് വെർബിനെ അല്ലെങ്കിൽ ബി ഫോമിനെ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു കാര്യം കൂടി, ഡൂം ഡസും എന്താണ് നെഗറ്റീവിലാവട്ടെ ചോദ്യങ്ങളിലാവട്ടെ ഡൂം ഡസും വന്നാൽ ഒരു കാരണവശാലും ഡൂനും ഡസിനെ ഡിഡിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ടാണ് ഡൂം ഡസ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടേക്ക് കൊണ്ടുവരാത്തത്. കാരണം പോസിറ്റീവ് സെന്റൻസിൽ ഡൂം ഡസും ഡിഡും നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാ സെന്റൻസിലും നെഗറ്റീവ് ആവട്ടെ ചോദ്യങ്ങളാവട്ടെ അല്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആവട്ടെ WH ക്വസ്റ്റ്യൻസ് ആവട്ടെ, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഡു ഡസ് സിമ്പിൾ പ്രസന്റ്, ഡിഡ് സിമ്പിൾ പാസ് നമ്മൾ എന്ത് ചെയ്യരുത്, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകരുത്. ക്ലിയർ ആണോ? ഓക്കെ. അതുകൊണ്ട് ഡു ഡസ് നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഹെൽപ്പിംഗ് വെർബ് തന്നെ ഇതിന് അനുയോജ്യമായിട്ടുള്ള എന്താണ് ഹെൽപ്പിംഗ് വെർബിലാണ് ഇവിടെ തുടങ്ങിയത്. ഡൂനും ഡസിനെ കൊണ്ടുപോകില്ല. പകരം നമ്മൾ എന്താ ബി ഫോം ആണ്. ബി ഏത് വരിക, ഈസ് ആം ആറാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യുക, സെന്റൻസിന് തുടക്കത്തിൽ എഴുതും. ഡൂൺ ഡസും അല്ലെ സെന്റൻസിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡൂൺ ഡസിനെയും കൊണ്ടുവരില്ല. പകരം എന്താ ബി ഫോം ഏതാണ് അവിടെ നമ്മൾ പാസീവ് വോയിസിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, ഈസും ആമും ആറാണ്. ഇവരെ നമ്മൾ ആദ്യം കൊണ്ടുവരും. പിന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ ഇതേപോലെ തന്നെ ഒബ്ജക്റ്റിനെ എവിടെ എഴുതി അല്ലെ. വെർബ് വന്നിരിക്കുന്നതാണ്, വെർബ് V1 ആണ്, നമ്മൾ V3 ആണ് വെർബ് എഴുതുക. V3 എഴുതി. നെക്സ്റ്റ് ഏതാണ് സബ്ജക്റ്റ് അല്ലെ, ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ് അത് എഴുതി. എന്താ മാറ്റുള്ളത്, ഹെൽപ്പിംഗ് വെർബ് എന്ത് ചെയ്തു, സബ്ജക്റ്റിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് എന്താ സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബ് പാസീവ് വോയിസിൽ ഉണ്ടാവില്ല. ബി ഫോം ആണ്. ബി ഫോമിൽ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഒരു മാറ്റം മാത്രം. ക്ലിയർ ആണോ? നോക്കൂ, ഇവിടെ ഡു യു നീഡ് എ ബുക്ക്. ഡു യു നീഡ് എ ബുക്ക് എന്ന് പറയുന്ന സെന്റൻസിൽ നോക്കും, ഡു ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഡു ആണ് വന്നിട്ടുള്ളത്. ഡു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൂനെ കൊണ്ടുപോകില്ല അല്ലെ. ഡു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബ് ഏതായിരിക്കും, സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. സിമ്പിൾ പ്രസന്റ് ആണ്, V1 ആണ്. V1 ആയതുകൊണ്ട് അവിടെ ബിയുടെ V1 ഫോം ഏതാണ്, ഈസ് ആം ആറ് അല്ലെ. ഇവിടെ തന്നിരിക്കുന്ന ബുക്കാണ്. ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ബുക്ക് ഒബ്ജക്റ്റ് നോക്കണം. ബുക്ക് ഏതാണ്, ബുക്ക് സിംഗുലർ ആണ്. ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസ് ആണ് അവിടെ ഇത്. അവിടെ ബുക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആർ എഴുതേണ്ടി. അപ്പോൾ അവിടെ ആദ്യം എഴുതുന്ന ആളെന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ഏതാ നോക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ട് തന്നെ എഴുതണം. അതിലെ മാറ്റമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, എ ബുക്കാണ്. എ ബുക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. നെക്സ്റ്റ് നോക്കൂ, വെർബ് V1 ആണ്. വെർബ് പാസീവ് വോയിസിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും, V3 ആയിരിക്കും. V3 ഉണ്ട്. ബൈ ആരാണ്, ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ എന്താണ് ഏജന്റ് ഡൂർ ആരാണ്, യു ആണ്. ഈ യുവിന് എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ടുവരാം. ക്ലിയർ ആണ്? അപ്പോൾ എന്തായാലും പറയാം, ഡു യു നീഡ് എ ബുക്ക് എന്തായിട്ട് മാറും, ഈസ് എ ബുക്ക് നീഡഡ് ബൈ യു ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഡു യു നീഡ് എ ബുക്ക്, ഈസ് എ ബുക്ക് നീഡഡ് ബൈ യു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഡു യു നീഡ് എ ബുക്ക് അല്ലെ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യം വന്നിരിക്കുന്നത് ഡു ആണ് അല്ലെ. ഡു വന്നാൽ നമുക്ക് അറിയാം ഏതാണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡൂം ഡസും യൂസ് ചെയ്യുക. ഡൂം ഡസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണവശാലും എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഡൂവിനെ കൊണ്ടുപോകണ്ട അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കും, തന്നിരിക്കുന്ന സെന്റൻസിൽ ഒന്ന് എറേസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ദെൻ ഇവിടെ വന്നിരിക്കുന്നതിൽ ഡു യു നീഡ് എ ബുക്ക് അല്ലെ. ഡൂനെ നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡു നമുക്ക് എന്ത് ചെയ്യേണ്ട, പരിഗണിക്കേണ്ട പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്ത്. നെക്സ്റ്റ് നമുക്കറിയാം, ഡു വന്നാൽ എന്തായിരിക്കും, സിമ്പിൾ പ്രസന്റ് അല്ലെ. സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഡു അല്ലെ. ഡൂ ഡസ് വന്നാൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഡുവോ ഡസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൂനെ ഡസിനെ കൊണ്ടുപോകില്ല. പകരം സെന്റൻസിന്റെ തുടക്കത്തിൽ വരിക ആരായിരിക്കും, ബി ഫോം ആയിട്ടുള്ള ഈസ് ആം അല്ലെങ്കിൽ ആർ ആയിരിക്കും അല്ലെ. പിന്നെ നമുക്ക് ഈസ് ആണോ ആം ആണോ ആർ ആണോ നോക്കണമെങ്കിൽ ഒബ്ജക്റ്റ് നോക്കണം. ഒബ്ജക്റ്റ് എന്താണ്, എ ബുക്കാണ് അല്ലെ. ഒബ്ജക്റ്റ് എ ബുക്ക് ആയതുകൊണ്ട് എന്താണ് തന്നിരിക്കുന്നത്, സിംഗുലർ ആണ്. അപ്പോൾ ഏത് വരും, ഈസ് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എ ബുക്കിനെ കൊണ്ടുവരിക
എ ബുക്ക് അല്ലേ. സോ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, വെർബിന്റെ V3 ഫോം ആണ് അല്ലെ. വെർബിന്റെ V3 ഫോം, നീഡിന്റെ V3 ഫോം ഏതാണ്, നീഡഡ് ആണ്. സോ നീഡഡ് എഴുതി. നെക്സ്റ്റ് നമുക്ക് ബൈ പ്ലസ് എന്താണ്, ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ഏതായിട്ട് വരിക, യു ആണ്. യുവിന്റെ ഒബ്ജക്റ്റീവ് ഫോം ഏത് തന്നെയാണ്, യു തന്നെയാണ്. യുവിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തും യു തന്നെയാണ്, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും മാറി തന്നെയാണ്, യു തന്നെയാണ്. സോ ആൻസർ എന്താ, ഈസ് എ ബുക്ക് നീഡഡ് ബൈ യു ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് ഡസ് വെച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യം നോക്കിയാലോ. ഡസ് ഹി സിംഗ് എ സോങ് അല്ലെ. ഡസ് ഹി സിംഗ് എ സോങ് ആണ്. സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സിംഗുലർ വരുന്ന സമയത്ത് ഹി സിങ്സ് എ സോങ് എന്നല്ല പറയുക അല്ലെ. ഈ സിങ്സ് എ സോങ് എന്നല്ല പറയുക ആണ് അല്ലെ. ഈ സിങ്സ് എ സോങ് ആണ്. ഡസ്സിനെ പുറത്ത് എടുത്താൽ പിന്നെ സിങ്സ് ഉണ്ടാവുമോ, ഇല്ല. എന്താ ഉണ്ടാവുക, പ്ലസ് എസോറിയസ് ഉണ്ടാവുമോ, ഇല്ല. ഏതുണ്ടാവുക, V1 മാത്രമാണ് ഉണ്ടാവുക അല്ലെ. സോ അതുകൊണ്ടാണ് എന്ത് ഇവിടെ സിങ് വന്നത്, സിങ്സ് വരാതിരുന്നത്. സിങ്സ് വരാതിരുന്നത് എന്തുകൊണ്ടാണ്, ഡസ് പുറത്ത് എടുത്തുകൊണ്ടാണ്. ഇവിടെ ഡസ് ഉണ്ടായതുകൊണ്ടാണ് സിംഗുലർ ആയിട്ടും ഇവിടെ V1 വന്നത്, സിങ്സ് പ്ലസ് എസോറിയസ് വരാതിരുന്നത് കേട്ടോ, മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡസ് വന്നു. ഡസ് വന്ന് നമുക്കറിയാം ഏതാ ടെൻസ്, ഏതാ സിമ്പിൾ പ്രസന്റ് ആണെന്ന് അറിയാം. സിമ്പിൾ പ്രസന്റിലാണ് ഡൂം ഡസും വരിക അല്ലെ. അപ്പോൾ ഡൂം ഡസും തുടക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൂനെ ഡസിനെ കൊണ്ടുപോവോ പാസീവ് വോയിസിലേക്ക്, ഇല്ല അല്ലെ. ഡൂൺ ഡസിനെ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ല. ദെൻ ഇവിടെ നമുക്ക് നോക്കാം, ഡൂൺ ഡസിനെ കൊണ്ടുപോയില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, പകരം ആരെയാണ്, ഡൂൺ ഡസും വന്നാൽ പകരം നമ്മൾ തുടക്കത്തിൽ ബി ഫോം ആണ് എഴുതുക, ഈസ് ആം ആർ. ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം അല്ലെ. ആരാണ് എഴുതണം തീരുമാനിക്കുന്നത് ആ ഒരു ചോദ്യത്തിലെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആരാണ്, എ സോങ് ആണ്. സോങ് ആണ് ഒബ്ജക്റ്റ്. സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസ് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുപോരും ഇങ്ങോട്ട്. ഏതാണ്, എ സോങ്, ഈസ് എ സോങ്. സിംഗിന്റെ V3 ഫോം ഏതാണ്, സിംഗിന്റെ V3 ഫോം ഏതാണ്, സിംഗ് അല്ലെ V1 ആണ്. സാങ് അതേതാണ് V2 ആണ്. സങ് എന്താണ് V3 ആണ്. അപ്പൊ എന്തായാലും പറയും സങ് ആണ്. അപ്പൊ സിംഗിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പാസീവ് വോയിസിൽ V3 ആയിട്ടുള്ള സങ് എഴുതി. ബൈ ആരാണ്, ബൈ പ്ലസ് ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആരാണ്, ഹി ആണ്. അപ്പൊ ഹി എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും. റൈറ്റ് ആൻസർ ഈസ് എ സോങ് സങ് ബൈ ഹിം ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഡു ഡസ് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണേ. എക്സാമിന് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡിഡ് ആണ്. ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബിൽ ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഡിഡിൽ ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെ, ഡിഡിലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് മാറ്റം നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അല്ലെ, ഡൂൺ ഡസും നിങ്ങൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് എന്ത് ഡിഡും, മാറ്റമൊന്നുമില്ല. അതേ റൂളും കാര്യങ്ങളും തന്നെയാണ് എവിടെയും വരുന്നത്, ഡിഡിലും വരുന്നത്. പിന്നെ B1 ഒരു കാര്യം നമ്മൾ എവിടെയും ശ്രദ്ധിക്കണം, ഡിഡിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം എന്ന് മാത്രം. നോക്കാം നമുക്ക്. ഇവിടെ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിൽ അല്ലെ, ആക്റ്റീവ് വോയിസിൽ ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻസ് ഏതായിരിക്കും, ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. ഇതാണെന്ത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് നമുക്ക് എങ്ങനെ എഴുതാം, സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഇങ്ങനെ എഴുതാം. ഈ ചോദ്യത്തിലേക്ക് മാറ്റുന്ന സമയത്തോ ഡിഡിനെ നമുക്ക് എന്ത് ചെയ്യുക, സബ്ജക്റ്റ് തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരിക. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. ഇത് തന്നെയല്ലേ ഇവിടെ ഇത്, ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസിൽ ഡിഡ് ഒരു ചോദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ എങ്ങനെ വരിക, ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ ഡിഡ് വന്നാൽ നമുക്കറിയാം അല്ലെ, ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ഡിഡ് വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പോസിറ്റീവ് സെന്റൻസിൽ അതിന്റെ വെർബ് ഏതാണ്, V2 ആണ്. V2 വന്നാൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, വാസ് അല്ലെങ്കിൽ വേറല്ലേ, ബി ഫോം യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ഡിഡ് വരുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, വാസ് വേറെ. നേരത്തെ നമ്മൾ ഡൂൺ ഡസും വരുന്ന സമയത്ത് നമ്മൾ ഈസ് ആം ആർ ഉപയോഗിച്ച പോലെ ഇവിടെ ഡിഡ് വന്നാൽ വാസും അതേപോലെ വേറുമാണ്. അപ്പോൾ ഡിഡ് വന്നു, പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഡിഡിനെ ശ്രദ്ധിക്കുക. ഡൂൺ ഡസ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. അതേപോലെ തന്നെയാണ് എന്ത് ഡിഡ് നമ്മൾ എന്ത് ചെയ്യില്ല, ആക്റ്റീവ് വോയിസിൽ നിന്ന് എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് ആരെ കൊണ്ടുപോകില്ല, ഡിഡിനെ കൊണ്ടുപോകില്ല. അക്കാര്യം ശ്രദ്ധിക്കട്ടോ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഡിഡ് വന്ന് നമ്മൾ എന്ത് എഴുതുക, വാസ് അല്ലെങ്കിൽ വേറാണ് എഴുതുക അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഒബ്ജക്റ്റിനെ കൊണ്ടുവരിക അല്ലെ. വാസ് വേറെ യൂസ് ചെയ്യുന്നത്. ഡിഡ് നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിഡ് അവിടെ യൂസ് ചെയ്യാം. പക്ഷേ വാസും വേറെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണ് ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വാസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഐ ആണെങ്കിൽ. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ഏതാ യൂസ് ചെയ്യുക,
വേർ ആണ് യൂസ് ചെയ്യുക. ആ കാര്യം മറന്നു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വാസ് വേറെ കൊണ്ടുവന്നു, ഒബ്ജക്റ്റ് കൊണ്ടുവന്നു അല്ലേ. വെർബ് ഏതായിരിക്കും? V3 ആയിരിക്കും അല്ലെ, വെർബ് V3. ബൈ പ്ലസ് എന്താണ്? ഏജന്റ് അല്ലെ, സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ്. ആരാണ്? ഇതും കൊണ്ടുവരും. ഇങ്ങനെയാണ് എന്ത് ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് എന്ത് ചെയ്യുക? സെന്റൻസ് ചേഞ്ച് നോക്കാം നമുക്ക്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഡിഡ് ഹി ഈറ്റ് എ മാംഗോ അല്ലെ. ഡിഡ് ഹി ഈറ്റ് എ മാംഗോ എന്ന് പറയുന്നത് എന്താണ്? ഡിഡിൽ തുടങ്ങിയിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിന് ആക്റ്റീവ് വോയിസ് അല്ലെ, ഡിഡ് ഡു ഡസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസ് എന്തായിരിക്കും? ആക്റ്റീവ് വോയിസ്. അപ്പോൾ ഈ സെന്റൻസ് ഏതാണ്? ആക്റ്റീവ് വോയിസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താണ്? ഡിഡിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെ, ഡിഡിൽ ഡൂല് ഡസ്സിലൊക്കെ സെന്റൻസ് തുടങ്ങിയാൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ് സെന്റൻസ്? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം അല്ലെ. ടെൻസസിന്റെ സ്ട്രക്ചർ വരുന്നതൊക്കെ എന്തായിരിക്കും? ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. ഇതിനെന്ത് ചെയ്യാം? ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വരിക? പിന്നെ അത് ആ പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? വാസ് അല്ലെങ്കിൽ വേർ വരും അല്ലെ. തന്നിരിക്കുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് യൂസ് ചെയ്യുക? വാസ് അല്ലെങ്കിൽ ഡിഡിനെ കൊണ്ടുപോകുമോ? ഇല്ല, ഡിഡിനെ കൊണ്ടുപോകില്ല. അപ്പോൾ ഇവിടെ എ മാംഗോ ആണ്. എ മാംഗോ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലെ, സിംഗുലർ ഒബ്ജക്റ്റ് ആണ്, അവിടെ വന്നിട്ടില്ല. അപ്പോൾ മാംഗോ വന്നതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാസ് യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്? വേറെ ഉപയോഗിക്കില്ല. വേറെ ഉപയോഗിക്കണമെങ്കിൽ അവിടെ മാംഗോസ് വേണ്ടിയിരുന്നു, പ്ലൂറൽ ആണെങ്കിൽ മാത്രമേ വേറെ യൂസ് ചെയ്യും. ഇവിടെ മാംഗോ ആയതുകൊണ്ട് വാസ് വന്നു. പിന്നെ എന്ത് ചെയ്യുക? മാംഗോനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. വെർബ് ഏതാ യൂസ് ചെയ്യുക? ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ് എന്ന് പറയുന്നത് V1 ആണ് അല്ലെ. എയ്റ്റ് ആണ് എന്ത്? V2 അല്ലെ. ഈറ്റിനാണ് എന്ത്? V3 അല്ലെ. ഈറ്റ് V1 ആണ്, എയ്റ്റ് V2 ആണ്, ഈറ്റിനാണ് എന്ത്? V3 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈറ്റിന്റെ V3 ഫോം ഏതാണ്? ഈറ്റണല്ലേ. അപ്പം ഈറ്റൻ കൊണ്ടുപോകണം. പിന്നെ ബൈ എന്താണ്? ബൈ ഹി ആണ്. ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. മാറ്റമൊന്നുമില്ല അല്ലെ. എന്താ വരുന്നത്? അവിടെ തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് തൊട്ട് മുമ്പ് സബ്ജക്റ്റിന് തൊട്ട് മുമ്പിലേക്ക് വരും. അതേപോലെ ബി ഫോമിൻ്റെ ഇവിടെ സബ്ജക്റ്റിന് തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരും. ആ കാര്യം മാത്രമല്ല ഡൂം ഡസും എഴുതിയ അതേ രൂപത്തിൽ. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? ഡിഡ് ഹി എന്റർടൈൻ യു അല്ലെ. ഡിഡ് ഹി എന്റർടൈൻ യു. ഈ തന്നിരിക്കുന്ന ഡിഡ് അല്ലേ. ഡിഡ് നമ്മൾ കൊണ്ടുപോകുമോ? ഇല്ല, ഡിഡ് കൊണ്ടുപോകില്ല. ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സെൻറ്റൻസ് തുടക്കത്തിൽ ആരാ വരിക? വാസ് അല്ലെങ്കിൽ വേറാണ്. ഇവിടെ നോക്കൂ, ഒബ്ജക്റ്റ് യു അല്ലേ. യു വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? യു പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ വേറല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇവിടെ വേറെ വന്നു. ശേഷം ഒബ്ജക്റ്റ് യു അല്ലെ. യു എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും എന്താണ്? യു തന്നെയാണ്. അപ്പോൾ യു ഇങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ മതി അല്ലെ. നെക്സ്റ്റ് നോക്കൂ, വെർബ് നോക്കാം. എന്റർടൈൻ എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. അതിന്റെ V2 V3 എന്റർടൈൻഡ് ആൻഡ് എന്റർടൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ V3 ഫോമാറ്റിൽ എന്റർടൈൻഡ് കൊണ്ടുവന്നു. ബൈ പ്ലസ് എന്താണ്? ഏജന്റ് അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആരാണ്? ഹി ആണ്. ഹി എന്തായിട്ട് മാറും? ഹി നമുക്കറിയാം ഹിം ആയിട്ട് മാറും. ഷീ ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത വന്നിട്ടില്ല ഡിഡ് ഐ കിൽ എ സ്നേക്ക്. ഡിഡ് ഐ കിൽ എ സ്നേക്ക് എന്ന് പറയുന്ന സെന്റൻസ് ആണ്. ഡിഡ് വന്നിട്ടുണ്ട്. ഡിഡിനെ കൊണ്ടുപോവോ? ഇല്ല, ഡിഡിനെ കൊണ്ടുപോകില്ല. ഡിഡ് വന്ന വാസ് അല്ലെങ്കിൽ വേറാണ് വരിക. ഇവിടെ നോക്കുക, ഒബ്ജക്റ്റ് എ സ്നേക്ക് എന്താണ്? സിംഗുലർ ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? വാസ് ചെയ്തുക. വാസിന് ശേഷം എ സ്നേക്കിനെ കൊണ്ടുവരിക അല്ലെ. നെക്സ്റ്റ് നോക്കൂ, വെർബ് ഏതാണ്? ഇവിടെ കില്ലാണ്. കില്ലിന്റെ V3 ഫോം എന്താണ്? കില്ല്, കില്ലിഡ് ആൻഡ് കില്ലിഡാണ്. കില്ലിലാണ് V3 ഫോം. നെക്സ്റ്റ് ബൈ എന്താണ്? ബൈ പ്ലസ് എന്താണ്? ഏജന്റ് അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ്. ഐ എന്തായിട്ട് മാറും? ഐ എന്ന് പറയുന്നത് മീ ആയിട്ട് മാറും. സോ നമുക്ക് ഐ എന്താ പറയാ? മീ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഡിഡ് ഹി ഈറ്റ് എ മാംഗോ? വാസ് എ മാംഗോ ഈറ്റൺ ബൈ ഹിം. ഡിഡ് ഹി എന്റർടൈൻ യു? വേർ യു എന്റർടൈൻഡ് ബൈ ഹിം. ഡിഡ് ഐ കിൽ എ സ്നേക്ക്? വാസ് എ സ്നേക്ക് കില്ഡ് ബൈ മീ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ ശ്രദ്ധിക്കാല്ലേ? ഡിഡില്. ഡൂം ഡസും ഡിഡും ആണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡൂം ഡസും ഡിഡും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡിഡ് വരുന്ന കേസാണ് നമ്മളിവിടെ പറഞ്ഞ. തൊട്ട് മുമ്പ് നമ്മൾ ഡൂ വരുന്നതും ഡസ് വരുന്നതും വന്നു. എന്താ വരിക? ഡൂവും ഡസും ഈ സ്ഥാനത്ത് വന്നാൽ ഇവിടെ എന്താ? ഈസ് ആം ആറ് വരും. ഡിഡ് വന്നാലോ? വാസ് വേറെ വരും. ആ ഒരു മാറ്റം മാത്രം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവർക്കും ഡൂം ഡസും ഡിഡും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കും. കൺഫ്യൂഷൻ ആവരുത്, മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത നോക്കാം. നമുക്ക് അടുത്ത നമ്മൾ നോക്കുന്നത് ഹാസ്, ഹാവ്, ഹാഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൂം ഡസും ഡിഡും സിമ്പിൾ പ്രസന്റ്. ഡൂം ഡസും സിമ്പിൾ പ്രസന്റ് ആണ്. ഡിഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാസും ഹാവും എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. ഹാസും ഹാവും എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് ആണെങ്കിലോ
പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയില്ല ഹാസും അതേപോലെ ഹാഡും പ്രസന്റ് പെർഫെക്റ്റ് ആയില്ല ഹാസും അതേപോലെ ഹാവും പാസ്റ്റ് പെർഫെക്റ്റ് ആയില്ല ഹാഡും ഈ മൂന്നെണ്ണത്തിനും അതേപോലെ പ്രസന്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റിനും ഒരേ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ നോക്കാം, നമ്മുടെ ആക്റ്റീവ് വോയിസിൽ അല്ലെ ഹാസ് ഹാവ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് വരാണ്. അതായത് തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് വരും, അല്ലെങ്കിൽ ഹാവ് വരും, ദെൻ V3 വരും, ദെൻ ഒബ്ജക്റ്റ്. ഇതാണോ? യെസ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ സബ്ജക്റ്റ് വരും, ഹാഡ് വരും, V3 വരും, ഒബ്ജക്റ്റ്. ഇതല്ലേ സ്ട്രക്ചർ വരുന്നത്? യെസ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഹാഡ് പ്ലസ് എന്താണ്? V3 പ്ലസ് ഒബ്ജക്റ്റും. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റും. എന്താണ് മാറ്റം വരിക? ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് അതിൽ എന്താണ് മാറ്റം വരിക? ഇവിടെ വന്നിരിക്കുന്ന ഹാഡ് നമ്മൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ വന്നിരിക്കുന്ന ഹാസിനെയും ഹാവിനെയും എന്ത് ചെയ്യുക? സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്തായാലും മാറും? ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റോ ഹാഡ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അതായത് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ വരിക? അത് തന്നെ അല്ലേ ഇവിടെ? എന്ത് ചെയ്തു? സബ്ജക്റ്റിന് ശേഷം വന്നിരിക്കുന്ന ഹാഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് കൊണ്ടുവന്നു. സബ്ജക്റ്റിന് ശേഷം വന്നിരിക്കുന്ന ഹാസും ഹാവും എന്ത് ചെയ്തു? ഇവിടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത് തന്നിരിക്കുന്നതിൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദെൻ ഇതാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റിനെയും പാസ്റ്റ് പെർഫെക്റ്റിനെയും ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്താ മാറ്റം? സബ്ജക്റ്റിന് ശേഷം വന്നിരിക്കുന്ന ഹാസിനെയും ഹാവിനെയും ഹാഡിനെയും എന്ത് ചെയ്തു? സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അല്ലെ? സോ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഹാസ് ഓർ ഹാവ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ പാസീവ് വോയിസിൽ ചെയ്യുന്ന സമയത്ത് സെയിം തന്നെ അല്ലെ? നേരത്തെ പോലെ എന്ത് ചെയ്യും? മാറ്റമില്ല. അതായത് സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും പോസിറ്റീവ് സെന്റൻസിൽ എന്തില്ല? ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് കൊണ്ടാണ് അത് രണ്ടും പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ബി ഫോം ആയിട്ടില്ല എന്ത് ചെയ്യുന്നത്? ഈസും ആമും ആറും അതേപോലെ തന്നെ എന്താണ് വാസും വേറൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ആണെങ്കിലോ ഇവിടെ നമുക്ക് ഹാസും ഹാവും ഹാഡും സെന്റൻസും തുടക്കത്തിലുണ്ട്. അതങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരിക. ഹാസും ഹാവും പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സിംഗുലറും പ്ലൂരലും നോക്കണം. ഹാഡ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, അവിടെ സിംഗുലറും പ്ലൂരലും ഇല്ല. അപ്പോൾ ഹാഡിന് ഡയറക്റ്റ് കൊണ്ടുവരിക. ഹാസും ഹാവും കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്താണ്? സിംഗുലറും പ്ലൂരലും നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് വേറെയും പാസ്റ്റ് പെർഫെക്റ്റ് വേറെയും പറയുന്നതിന് പകരം എന്താണ്? കോമൺ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഒരുമിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നമ്മൾ എന്ത് ചെയ്യുക? പാസീവ് വോയിസിൽ അങ്ങനെ കൊണ്ടുവരിക അല്ലേ? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിലേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഇത് രണ്ട് ടെൻസ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുക? ഹാസും അതേപോലെ ഹാവും അതിലേതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹാസ് ഓർ ഹാവ് വന്നാൽ എന്ത് ചെയ്യുക? ഇങ്ങനെ എന്ത് ചെയ്യുക? ഹാസ് ഓർ ഹാവ് ഇങ്ങനെ കൊണ്ടുവരിക. അടുത്തതിൽ എന്തുണ്ടാവുക? ഹാഡ് മാത്രം ഉണ്ടാവുക. ഹാഡ് വന്നാൽ എന്ത് ചെയ്യുക? ഹാഡിനെ അങ്ങനെ തന്നെ കൊണ്ടുവരിക. എന്ത് ചെയ്യുക? ഹാഡിനെ ഇങ്ങനെ തന്നു. ശേഷം നമ്മൾ നോക്കാം തന്നിരിക്കുന്ന സെന്റൻസിൽ ആക്റ്റീവ് വോയിസിൽ എന്താണ്? ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റിനെ കൊണ്ടുവരിക അല്ലേ? എന്തുണ്ടാവും? ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാം. നെക്സ്റ്റ് നോക്കൂ. ഒബ്ജക്റ്റിന് ശേഷം ബി ഫോം ഏതാ? വെർബ് V3 ആണ്. അപ്പോൾ എന്താണ്? ബി ഫോം ഏതാണ്? ബീന്. വെർബ് V3 അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എടുത്ത് എഴുതാം അല്ലേ? നെക്സ്റ്റ് ഇതാ ബൈ പ്ലസ് അല്ലെ? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ ആരാണോ ഇവരെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുപോകാം. എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഹാസ് ഓർ ഹാവ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. ശ്രദ്ധിക്കൂ നിങ്ങൾ. ഹാവ് യു ടേക്കൺ ദിസ് ബുക്ക്? ഹാവ് യു ടേക്കൺ ദിസ് ബുക്ക് എന്ന് പറയുന്ന സെന്റൻസ് ഹാവിലാണ് തുടങ്ങി യു ടേക്കൺ ദിസ് ബുക്ക്. ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആദ്യം എഴുതിയത് കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് വോയിസ് നേരത്തെ നമ്മൾ പറഞ്ഞു ഡൂൺ ഡസും അല്ലെ? സെന്റൻസിന്റെ തുടക്കത്തിൽ വന്ന് ഡൂൺ ഡസും ഡിഡും വന്നാൽ അത് ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസീവ് വോയിസിൽ മാത്രമേ ബിയുടെ ഫോം ഉണ്ടാവും. പാസീവ് വോയിസിൽ മാത്രമേ ബിയുടെ ഫോം. ഇവിടെ നോക്കാം നമ്മൾ ബിയുടെ ഫോം ഉണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ബിയുടെ ഫോം ഉണ്ട്. സോ അവിടെ വെച്ച് നമുക്ക് എന്ത് പറയാം? ഇതാണ് എന്ത് പറയാം? പാസീവ് വോയിസ്. നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് നോക്കുക. ബിയുടെ ഫോം അല്ലാത്ത രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് എന്ത്? ബിയുടെ ഫോം ഐഡന്റിഫൈ ചെയ്യുക. അത് പാസീവ് വോയിസിൽ മാത്രം ഇടാം. രണ്ടാമത്തെ മെത്തേഡ് ഏതാ? രണ്ടാമത്തെ മെത്തേഡ് ബൈ പ്ലസ് ഏജന്റ് അല്ലെ? അല്ലെങ്കിൽ ബൈ പ്ലസ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ടാവും അല്ലെ? ഇവിടെ എന്ത്? ബിയുടെ ഫോം തന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്.
രണ്ടാമത്തെ എന്താ ബൈ പ്ലസ് എന്താ ഏജന്റ് അല്ലെങ്കിൽ ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് വന്നിട്ടുണ്ടാവും. നോക്കൂ ഇവിടെ ബൈ യു ആൻഡ് ബൈ ദം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പാസീവ് വോയിസിൽ എങ്ങനെയാണുള്ളത്. സോ നമുക്ക് നോക്കാം. അടുത്ത് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ബി ഫോം വെച്ചിട്ടാണ് എന്ത് ക്വിക്കിലി നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് എന്താണ് ഹാവ് യു ടേക്കൻ ദിസ് ബുക്ക് അല്ലെ. തന്നിരിക്കുന്ന സെന്റൻസിൽ എന്താണ് ഹാവ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക ഹാവ് വന്നാൽ ഹാവിനെ എന്ത് ചെയ്യും പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകും അല്ലെ. ഡൂം ഡസും ഡിഡും പോലെ അല്ല ഇവിടെ എന്താണ് ഹാവിനെ കൊണ്ടുപോകും. ഹാവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാവ് പ്ലൂരലിന്റെ കൂടെ ഉപയോഗിക്കുക. കാരണം ഇവിടെ യു പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. അവിടെ ഒബ്ജക്റ്റ് പ്ലൂരൽ ആണോ സിംഗുലർ ആണോ നോക്കണം. ദിസ് ബുക്ക് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് സിംഗുലർ ആണ്. ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് സിംഗുലർ ആണ് അല്ലെ. അപ്പോൾ ദിസ് ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് ഹാവിനെ കൊണ്ടുപോകും ഇല്ല, പകരം ആരെ കൊണ്ടുപോകണം ഹാസിനെ കൊണ്ടുപോകണം അല്ലെ. ഹാവിന് പകരം അവിടെ എന്താണ് നമ്മൾ ഹാസ് ആണ്. ഹാവ് ഓർ ഹാസ് ആണ്. ഹാവ് പ്ലൂരലിന്റെ കൂടെ ഹാസ് സിംഗുലറിന്റെ കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഹാസ് ആണ് അവിടെ. ഇത് ഹാവിനെ കൊണ്ടുപോകില്ല കാരണം എന്താണ് ദിസ് ബുക്ക് സിംഗുലർ ആണ്. ദീസ് ബുക്സ് ആയിരുന്നു കരുതുക. അതായത് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദീസ് ബുക്സ് ആണെന്ന് കരുതി നിങ്ങൾ. ദീസ് ബുക്സ് എന്ന് പറയുന്ന സമയത്ത് അത് പ്ലൂരലാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ ഹാവിനെ തന്നെ കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ദിസ് ബുക്ക് അല്ലേ. അപ്പോൾ എന്താ യൂസ് ചെയ്യാം ഹാസ് ആണ് സിംഗുലർ ആണ്. അപ്പം ദിസ് ബുക്കിനെ കൊണ്ടുവന്നു അല്ലേ. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് നമുക്ക് ബി ഫോം ആണ് വേണ്ടത്. ബി ഫോം ഏതാണ് ടേക്കൻ വെർബ് V3 ആണ്. ബിയുടെ V3 ഫോം ഏതാ ബീൻ. നെക്സ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് V3 ആണ്. അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നാൽ മതി. അടുത്തേതാണ് ബൈ പ്ലസ് എന്താണ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസോ അല്ലെങ്കിൽ ഏജന്റോ അല്ലെ. അത് ആരാണ് ഡുവർ ആരാണ് യു ആണ്. യുവിന്റെ ഒബ്ജക്റ്റീവ് ഫോമും യു തന്നെയാണ്. യു തന്നെയാണ്. അപ്പോൾ ബൈ യു. റൈറ്റ് ആൻസർ ഹാവ് യു ടേക്കൺ ദിസ് ബുക്ക് എന്തായിട്ട് മാറും ഹാസ് ദിസ് ബുക്ക് ബീൻ ടേക്കൺ ബൈ യു ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അടുത്ത ചോദ്യം നമുക്ക് ഹാഡ് വെച്ച് നോക്കാം അല്ലെ. ഹാഡ് വെച്ച് നോക്കും. ഹാഡ് ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാഡ് ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാഡ് ദ വർക്ക് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം. നോക്കാം നമുക്ക്. ഹാഡ് ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാഡ് അല്ലേ. ഹാഡിൽ സെന്റൻസ് തുടങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഹാഡ് തന്നെ ആയിരിക്കും അല്ലേ. ഹാഡിന് അവിടെ സിംഗുലറും പ്ലൂരലും ഇല്ല. ഹാഡ് വന്നാൽ ഹാഡ് തന്നെ. ഹാഡ് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോകാം. അപ്പം ഹാഡ് തന്നെ വന്നു. ദ വർക്ക് അല്ലേ. ദ വർക്ക് അല്ലേ. ദ വർക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ സിംഗുലറും പ്ലൂരലും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഹാഡിലല്ലേ എപ്പോഴും എന്താണ് ഹാഡ് തന്നെയാണ്. അപ്പോൾ ദ വർക്ക്. നെക്സ്റ്റ് നോക്കൂ. വെർബ് V3 അല്ലേ കംപ്ലീറ്റഡ്. അപ്പോൾ ഏത് വരും ബി ഫോം എന്താണ് ബിയുടെ V3 ഫോം ഏതാണ് ബീൻ അല്ലേ. നെക്സ്റ്റ് നോക്കൂ കംപ്ലീറ്റഡ് അല്ലെ. കംപ്ലീറ്റഡ് എന്താ V3 ആണ്. സെയിം തന്നെ കംപ്ലീറ്റഡ് അല്ലെ. കംപ്ലീറ്റഡ് എന്താണ് V3 വെർബാണ്. സോ കംപ്ലീറ്റഡ് തന്നെ കൊണ്ടുപോകും. ബൈ എന്താണ് ദേ എന്തായിട്ട് മാറും. ദേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലെ. സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന്റെ സ്ഥാനമാണ്. അതെന്താ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും അത് ദം ആയിട്ട് മാറും. ദേ എന്തായിട്ട് മാറും ദം ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പോൾ ഹാസ് ഹാവ് ഹാഡ് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് കരുതുന്നു. ഹാവ് യു ടേക്കൺ ദിസ് ബുക്ക് എന്തായാലും മാറും ഹാസ് ദിസ് ബുക്ക് ബീൻ ടേക്കൺ ബൈ യു ഒന്നാമത്തത്. രണ്ടാമത്തത് ഹാഡ് ദേ കംപ്ലീറ്റഡ് ദ വർക്ക് എന്തായാലും മാറും ഹാഡ് ദ വർക്ക് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം ആയിട്ട് മാറും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് നോക്കിയാലോ.